ബഹുമാന്യരായ എല്ലാ സജ്ജന കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. വിശിഷ്യ നമ്മുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിയ ആചാര്യന് അനന്തകോടി നമസ്കാരം. വളരെ കൊച്ചുകുട്ടി മുതൽ കണ്ടു തുടങ്ങിയ ഒരാളാണ്. പക്ഷേ ആ കുട്ടിയുടെ ലൈൻ മാറിപ്പോയി. പഠനം കഴിഞ്ഞതും വേദാന്തത്തിലേക്കായിരുന്നു ശ്രദ്ധ വന്നത്. വളരെ ഗംഭീരമായ വേദികൾ അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അടുത്ത താങ്കാവണ സ്ഥലം ഇവിടെ ഒരിക്കൽ വന്നതാണ്. എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയാൻ നമുക്ക് വൈകിപ്പോയി എന്നതാണ് സത്യം. ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിയ അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും ഹാർദമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് ഇവിടെ സംസാരിക്കാൻ പറഞ്ഞ വിഷയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് നമുക്ക് ഈ ഗൃഹസ്ഥാശ്രമം നമ്മൾ ജീവിക്കുമ്പോൾ ഈ ആത്മീയത എങ്ങനെ കൊണ്ടു നടക്കാമെന്ന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ സദാ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ദുഃഖം ആരും അന്വേഷിച്ചു പോകാറില്ല. മനുഷ്യൻ സന്തോഷമാണ് ജീവിതത്തിൽ ഓരോ നിമിഷവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വസ്തുവിൽ നിന്നാണോ, വ്യക്തിയിൽ നിന്നാണോ, ഏത് കർമ്മത്തിൽ നിന്നാണോ, അതല്ലെങ്കിൽ ഏത് ഭക്ഷണത്തിൽ നിന്നാണോ, എന്താണോ തൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് ആ കാര്യങ്ങൾ ചെയ്യുവാനാണ് മനസ്സിന് താല്പര്യം. കാരണം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മനസ്സിന് സന്തോഷം ലഭിക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം തിരിച്ചറിയുന്നില്ല. നമ്മൾ സന്തോഷം പുറത്ത് അന്വേഷിച്ചു കൊണ്ടിരുന്നാൽ പുറമേയുള്ള വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്ന സന്തോഷത്തിന് ഒരു പരിധിയില്ല, ഒരു സമയപരിധിയില്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് സന്തോഷം നൽകുവാൻ വ്യക്തിക്കോ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾക്കോ ഒന്നിനും കഴിവില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക? ഋഷി പറയുന്നത് സന്തോഷം ഉള്ളിൽ അന്വേഷിക്കുവാനാണ്. The very nature of Atman is pure joy. സന്തോഷം ഉള്ളിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ, ആത്മാവിൽ സന്തോഷം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ, മനസ്സിനെ ഒരു 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും കണ്ണടച്ച ശരീരം അനങ്ങാതെ ഒരു സ്ഥലത്തിരുത്തി ഒരു നാമത്തിൽ മുഴുകുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നവർ അവർ വളരെ ഭാഗ്യവാന്മാരാണ്. പക്ഷേ ഇവിടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ മനസ്സിലെ ആഗ്രഹങ്ങളെയും തൃഷ്ണകളെയും നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ അടക്കിയിരുത്തുക എന്നതാണ് ഏറ്റവും വലിയൊരു പ്രയാസം. അതുകൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ശരീരം ഉപേക്ഷിക്കുന്നതുവരെ അവൻ്റെ ഒരു മനുഷ്യൻ്റെ മാനസികവും ബുദ്ധിപരവും ശാരീരികവുമായ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മുടെ ഋഷിവര്യന്മാർ, നമ്മുടെ സനാതനധർമ്മം നമുക്ക് 4 ആശ്രമങ്ങൾ നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യം എന്നത് ഒരു വിദ്യാർത്ഥിയുടെ പഠന കാലഘട്ടം. ഗൃഹസ്ഥാശ്രമം വൈവാഹിക ജീവിതം. വാനപ്രസ്ഥം എന്നാൽ ഏകാന്തമായ ജീവിതം. അവസാനം സന്യാസത്തിലൂടെ നമുക്ക് ജീവിത ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. അങ്ങനെ 4 ഘട്ടങ്ങളായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ ഋഷി നമുക്ക് കൃത്യമായ ആചാരവും അനുഷ്ഠാനങ്ങളും ഈ ഓരോ ഘട്ടത്തിലും പറഞ്ഞു നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അന്ന് ഋഷിവര്യന്മാർ ജീവിച്ച അതേ പവിത്രതയോടെ എല്ലാ നിയമങ്ങളും ഈ സമയത്ത് നമുക്ക് ആചരിക്കാൻ സാധിക്കുകയില്ല. കാരണം നമ്മുടെ അന്തരീക്ഷങ്ങൾ, ചുറ്റുപാടുകൾ മുഴുവനായി മാറിപ്പോയി. എന്നാലും ആ ഓരോ ആശ്രമങ്ങളിലും പറഞ്ഞിട്ടുള്ള തത്വങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് മാനസികമായി നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ആ പക്വതയ്ക്കനുസരിച്ച് ഈ സമയത്ത് നമുക്ക് അതിനെ കൊണ്ടു നടത്താൻ സാധിക്കും. അതിനാദ്യം നമുക്ക് ഈ 4 ആശ്രമങ്ങളുടെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് ഈ 4 ആശ്രമങ്ങളായി മനുഷ്യ ജീവിതത്തെ മാറ്റിയിരിക്കുന്നത്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒന്നാമത് ബ്രഹ്മചര്യമാണ്, പഠന കാലഘട്ടമാണ്. ബ്രഹ്മചര്യം എന്ന ശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക്
വ്യക്തമായി ആരും പറഞ്ഞു തന്നിട്ടില്ല. ഈ ബ്രഹ്മചര്യം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം മഹാഭാരതത്തിലെ അനുഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. അതിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഇതാണ്: The idea behind this significant term Brahmacharya, translated as the conduct of the Absolute, is that it is a gradual adjustment of the powers of one's own personality towards a larger dimensions of impersonality. Because the Absolute or Brahman is a supreme impersonality conceivable and existent. ബ്രഹ്മചര്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്: ഒരു മനുഷ്യനിൽ എന്തെല്ലാം ശക്തികളുണ്ടോ ആ ശക്തികളെ മുഴുവൻ ഒരേയൊരു ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി നാം ശേഖരിക്കുകയാണ്. ആ ലക്ഷ്യം എന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. ലക്ഷ്യം നേടുവാൻ വേണ്ടി നമ്മുടെ ശക്തികളെ ഏകാഗ്രമാക്കുക, അത് ബ്രഹ്മചര്യത്തിലൂടെ സാധിക്കും. ഇനി നമ്മൾ അത് ബ്രഹ്മചര്യത്തെക്കുറിച്ച് കൂടുതൽ ഞാനിവിടെ പറയുന്നില്ല. നമുക്കിപ്പോൾ ആവശ്യം ഗൃഹസ്ഥാശ്രമധർമ്മമാണ്. ഈ ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ആത്മീയ പാത ഒരുമിച്ച് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത്? അതാണല്ലോ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അറിയുന്നത്. കൂടുതൽ പേരും ഗൃഹസ്ഥാശ്രമധർമ്മത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ പൊതുവെ അവരുടെ മനസ്സിലൊരു വിഷമമുണ്ട്: ഞങ്ങളിതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഈശ്വരനെ അനുഭവിക്കാനോ ഈശ്വരനെ കാണാനോ എന്തെങ്കിലും ഒരു ആത്മീയമായ പുരോഗതി ഞങ്ങൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്ന സംശയം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അതിനുള്ള ഉത്തരം ഋഷി പറയുന്നത് തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ്. വൈവാഹിക ജീവിതം എന്നത് ഒരിക്കലും മുക്തിക്കൊരു തടസ്സമല്ല, മറിച്ച് അത് മുക്തിയിലേക്കുള്ള മാർഗത്തെ കൂടുതൽ സരളമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനെ വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാലെങ്കിലും ഗൃഹസ്ഥാശ്രമം എന്താണെന്നതിൻ്റെ രഹസ്യം, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിനൊരു മനുഷ്യന്, ഒരു പുരുഷനും സ്ത്രീക്കും അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ 4 എണ്ണത്തിൽ വെച്ച് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഋഷി ഗൃഹസ്ഥാശ്രമത്തിന് നൽകിയിരിക്കുന്നത്. കാരണം ബാക്കി 3 ആശ്രമങ്ങളും ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കർത്തവ്യങ്ങളും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വങ്ങളും ഈ ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്കാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ 4 എണ്ണത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി നമുക്ക് ഗൃഹസ്ഥാശ്രമത്തെ തന്നെ മുൻപോട്ട് കൊണ്ടുവരണമെന്നാണ് പൂർവികർ നമ്മോട് പറയുന്നത്. അവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിവാഹം കഴിക്കുന്ന സമയം. വിവാഹം എന്നത് അതൊരു ദിവ്യമായ ബന്ധമാണ്. അത് കേവലം ഒരു ശാരീരിക ബന്ധമായി മാത്രം നമ്മൾ കരുതിയാൽ അത് നമുക്ക് യാതൊരു പ്രയോജനവും ചെയ്യില്ല. ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരേ മനസ്സായിരിക്കണം. വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടിയിലും ആ പെൺകുട്ടിയിലും ആധ്യാത്മിക സംസ്കാരങ്ങൾ വളരെ തീവ്രമായി മുന്നെടുക്കണം. എന്നാൽ മാത്രമേ അതൊരു വിജയമായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു കലഹത്തിലേക്ക് എത്തിത്തീരും. മനുസ്മൃതിയിൽ പറയുന്നത്, എവിടെയാണോ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഒരു വീട്ടിൽ ഒരേ സമയം സാധന അനുഷ്ഠിക്കുന്നത്, എവിടെയാണോ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനസ്സിൽ ശാന്തതയുള്ളത്, ഒരു ആധ്യാത്മിക ബന്ധമുള്ളത്, ആ വീട് തന്നെയാണ് ഒരു തീർത്ഥസ്ഥാനമാവുന്നത്. ഗംഗ, യമുന, സരസ്വതി തുടങ്ങിയ എല്ലാ പുണ്യനദികളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകും. എപ്പോൾ മാത്രം രണ്ടു പേരിലും ഒരേപോലെ ആധ്യാത്മികമായ സംസ്കാരങ്ങൾ ഉണ്ടാകണം. ഒരാൾ ഒരു ഡയറക്ഷനിൽ സഞ്ചരിക്കും, മറ്റൊരാൾ അതിൻ്റെ ഓപ്പോസിറ്റായി സഞ്ചരിച്ചാൽ അതൊരു കൊട്ടാരമായാലും അതൊരു ശ്മശാനത്തിൻ്റെ അനുഭൂതിയായിരിക്കും നമുക്ക് നൽകുക. ഓരോ മണിക്കൂർ തോറും അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം എന്തെങ്കിലും ലഹളകൾ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെന്താണ് നമുക്ക് ചെയ്യേണ്ടത്? അതിന് ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനവും അവിടെ പത്നിക്കാണ്. കാരണം ഒരു നാരീശക്തി വിചാരിച്ചാൽ മാറ്റം വരുത്താൻ സാധിക്കാത്തതായി ഇവിടെ യാതൊന്നും തന്നെയില്ല. കാരണം
ഒരു സ്ത്രീയിൽ മാതൃഭാവം വളരെ കൂടുതലായിരിക്കും. നിസ്വാർത്ഥമായ സ്നേഹം അവർക്ക് ജന്മനാ പ്രാപ്തമാണ്. അവരുടെ മനസ്സിൽ സ്വാർത്ഥത കുറവായിരിക്കും. അപ്പോൾ അഥവാ ഈ ഭർത്താവ് ആത്മീയമായ സംസ്കാരമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആദ്യം ഭാര്യയ്ക്ക് ഉണ്ടാവേണ്ടത് ക്ഷമയാണ്. ക്രമേണ ഇയാളുടെ സ്വഭാവത്തെ ഒറ്റയടിക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റില്ല. ചില സമയത്ത് ഈ ഭർത്താക്കന്മാർ ഈ ഭാര്യമാരെ സാധന ചെയ്യാനൊട്ടും അനുവദിച്ചു എന്ന് വരും. ഭർത്താവ് ചോദിക്കും, നീ എവിടുന്നാണ് ഈ സാധനമൊക്കെ പഠിച്ചിട്ട് വന്നത്? നീ ഇങ്ങനെ നാമം ജപിച്ചിരുന്ന ഇവിടുത്തെ പണിക്കാരെടുക്കുക. അതേ, ഇതെനിക്ക് വലിയ തടസ്സമാകുന്നുണ്ട് നീ നാമം ജപിക്കുന്നത്. എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഇതൊന്നും അവിടെ നടക്കില്ല. നിനക്ക് ഈ സാധനം പറഞ്ഞു തന്ന ആളുടെ തലയിൽ കുറേ കല്ലെടുത്തെറിയാൻ എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈ ബുക്കുകൾ രാമായണം, ഗീത, ഭാഗവതം ഞാനൊക്കെ എടുത്ത് കത്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യാനുള്ളത്? ഒരു പവിത്രമായ മനസ്സുള്ള സ്ത്രീയാണെങ്കിൽ അവൾ കരഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്താ ചെയ്യുക? കല്യാണം കഴിഞ്ഞതല്ലേ, ഇയാൾ ഉപേക്ഷിച്ച് പോകാൻ പറ്റും. എന്നാൽ ഇയാളാണെങ്കിൽ എനിക്ക് വേണ്ട എന്നെ ആത്മീയ പാതയിലേക്ക് വരാൻ സഞ്ചരിക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്താ വഴി? ആത്മഹത്യ ചെയ്യാൻ പറ്റും. അത് വലിയ വിഡിത്തമായി പോകും. ആത്മഹത്യ ചെയ്തതുകൊണ്ട് യാതൊരു പരിഹാരവും നമുക്ക് ലഭിക്കില്ല. ഇവിടെ ഋഷി പറയുന്നു, അഥവാ ഭർത്താവ് നമുക്ക് പ്രതികൂലമായി സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ തളരുകയല്ല വേണ്ടത്. അവിടെ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ക്ഷമയും വിശ്വാസവും. ഇപ്പോൾ വിശ്വാസം നമ്മൾ ആരിലാണ് ഉണ്ടാക്കുക? അഥവാ ഈ നാരി ചെറുപ്പത്തിൽ കല്യാണത്തിന് മുമ്പ് ഇതിനെക്കുറിച്ച് ആത്മീയ സംസ്കാരങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ടെങ്കിൽ പകർന്നു നൽകിയ വ്യക്തിയിലുള്ളൊരു വിശ്വാസമുണ്ടാകും, ഗുരുവിലുള്ള വിശ്വാസം. ഇനി ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ലഭിച്ചിട്ടില്ലെങ്കിലും സാരമില്ല, ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കാം. ഭഗവാന്റെ ഒരു രൂപം സദാ മനസ്സിൽ, ആ രൂപത്തെ കൊണ്ടുവരേണ്ടതാണ് മനസ്സിൽ. കാരണം ദുഃഖങ്ങൾ ലഭിക്കുമ്പോൾ മനസ്സിനൊരു ആശ്രയം ലഭിച്ചില്ലെങ്കിൽ പിന്നീട് മനസ്സെടുക്കുന്ന തീരുമാനം ജീവിതത്തെ നഷ്ടമാക്കിക്കളയും. അതുകൊണ്ട് ആദ്യം വേണ്ടത് ക്ഷമയാണ്, പിന്നീട് വിശ്വാസം. വിശ്വാസത്തിൻ്റെ മറ്റൊരർത്ഥമാണ് ശ്രദ്ധ. എന്ത് ചെയ്യണം? നീ ആ ഭർത്താവിനെ മെല്ലെ ഇങ്ങോട്ട് വിളിക്കുക. അതെ, എനിക്ക് ചില എന്നിട്ട് പറയാം ഭർത്താവിനോട്, നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? എന്തിനാ കല്യാണം കഴിച്ചത്? വെറുതെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം നിൽക്കാനുള്ള ഒരു ജീവനുള്ള ശരീരമല്ല ഞാൻ. എനിക്ക് ചില നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഉണ്ട്. ശാന്തമായി പറയണം, ദേഷ്യം വരരുത്. അതിനോട് നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ഇപ്പോഴും ഒരു കാര്യം ചെയ്യും. ശാന്തമായിട്ട് പറയും, ഞാൻ സന്യാസം സ്വീകരിക്കാൻ പോകും. ഈ ഒരൊറ്റ വാക്ക് നിങ്ങൾ ഭർത്താവിനോട് വളരെ ശാന്തമായി പറഞ്ഞുകൊടുക്കും. അവിടെ വെച്ച ഭർത്താവ് സ്വഭാവം മാറ്റാൻ നിർബന്ധിതനായിത്തീരും. കാരണം നിങ്ങൾ പോയാൽ പിന്നെ അയാൾക്ക് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഭർത്താവ് മാറിയാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളിന്ന് കാണാനെങ്കിലും സാധിക്കുമല്ലോ. മനസ്സിലായില്ലേ? പൂർണ്ണമായിട്ടും മറ്റൊരു മനസ്സിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. പക്ഷേ ക്രമേണ ആ നാരിയിലുള്ള തപസ്സിൻ്റെ ശക്തി, ക്ഷമയുടെ ശക്തി, ഈശ്വരാനുഗ്രഹം, ഇതെല്ലാം നിരന്തരമായി കണ്ട് ആ ഭർത്താവിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിഷമിച്ചിരിക്കണം, ദേഷ്യം വരാൻ പാടില്ല, എന്നാൽ സ്വയം തളർന്നു പോകാനും പാടില്ല. ക്ഷമ അതിനൊരിക്കലും അവസാനം സംഭവിക്കാനും പാടില്ല. എന്നിട്ട് അങ്ങനെ സാധിക്കുമെങ്കിൽ കൂടെ രാവിലെ 4 മണിക്ക് എണീറ്റ് ജപിക്കുന്ന സമയത്ത് ഭർത്താവിനെയും കൂടിയിരുത്തി ഒരുമിച്ച് ജപിക്കാം. ഇനി അയാൾ തലതിരിഞ്ഞൊരു മനുഷ്യൻ ഇതിനൊന്നും തയ്യാറാവുന്നില്ലെങ്കിൽ എന്താണ്? രാവിലെ നിങ്ങൾ 4 മണിക്ക് ഒറ്റയ്ക്ക് എണീറ്റ് അവനവൻ്റെ സാധന ചെയ്യുന്നതിൽ യാതൊരു മുടക്കവും വരുത്താതിരിക്കും. എന്ത് വില കൊടുത്തും ആ സാധനയിൽ മാറ്റം വരുത്തരുത്. ഇനി ഇവിടെ ശിവാനന്ദ സ്വാമികളെ അറിയോ? ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരുവാണ് ശിവാനന്ദ സ്വാമികൾ, തപോവന സ്വാമി. ശിവാനന്ദ സ്വാമികൾ വളരെ എളുപ്പമായൊരു സാധന മാർഗം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേറൊരു മുറിയോ
ഒരു പ്രത്യേകമായ സമയമോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഒരു പ്രത്യേകമായൊരു സ്ഥലം വേണമെന്നില്ല. എന്താണ് ആ മാർഗം? വളരെ എളുപ്പമാണ്. നിങ്ങളൊരു സ്ഥലത്ത് ശരീരം അനങ്ങാതിരുത്തി നാമം ജപിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മറ്റൊരു മാർഗം കൂടി വളരെ എളുപ്പമാണ്. എന്താണ് ചെയ്യേണ്ടതെന്നറിയും. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓരോ 2-3 മണിക്കൂർ കൂടുന്തോറും ഒന്ന് കണ്ണടയ്ക്കുക, ഒരു 2-3 മിനിറ്റ്. എന്നിട്ട് ആ ഭഗവാന്റെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിൽ സ്മരിക്കുക. ക്ഷമ, പവിത്രത, ജ്ഞാനം, സ്നേഹം, ധൈര്യം. ഇത് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യണം. കണ്ണടച്ച 2 മിനിറ്റ് ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് കണ്ണു തുറന്ന് വീണ്ടും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ നാമം സദാ മനസ്സിലുണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ഒരു സെക്കൻഡ് പോലും ആ നാമത്തിൽ നിന്നും മനസ്സിനെ വേറിട്ട് നിർത്താൻ മനസ്സിനെ അനുവദിക്കരുത്. അങ്ങനെ നമ്മുടെ കൈകൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം, മനസ്സ് നാമത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയും വേണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചാലോ ഒരു ദിവ്യസിദ്ധികളുള്ള സന്യാസിയേക്കാൾ വലിയ യോഗ്യത ഇവർക്ക് ലഭിക്കും. ഇവർ പൂർണ്ണമായും കർമ്മയോഗത്തിന് അർഹരായിത്തീരും. അവരാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗികൾ. ശരീരം കർമ്മത്തിൽ മുഴുകുകയും വേണം. എന്നാൽ ചെയ്യുന്ന കർമ്മങ്ങൾ മനസ്സിനെ ബാധിക്കാൻ പാടില്ല. മനസ്സിനെ കർമ്മങ്ങൾ ബാധിക്കാതിരിക്കണമെങ്കിൽ മനസ്സിൽ ഏതു സങ്കല്പം ഉണ്ടാവണം? ഡൂവർ ആൻഡ് ഡു. ഞാൻ ഈ കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന ചിന്തയും ഉണ്ടാകരുത്. ഞാൻ ഈ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നു എന്ന ചിന്തയും ഉണ്ടാകരുത്. അതിനെന്താണ് ഒരു മാർഗം? വീട്ടിൽ ചെയ്യുന്ന ഏത് ജോലിയായാലും ശരി, അടുക്കള ജോലിയായാലും, മക്കളെ നോക്കുന്ന കാര്യമായാലും, അടിച്ചു വാരുന്ന ജോലിയായാലും, കർമ്മം ചെയ്യുമ്പോൾ മനസ്സിൽ ഈ സങ്കല്പം കൊണ്ടുവരണം. ഈ കർമ്മം ഞാൻ ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുകയാണ്. ഭഗവാന് വേണ്ടി സമർപ്പിതമായിട്ടാണ് ഞാൻ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആഹാരം എത്തിയാലും ശരി, അതിലൊന്നിലും എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നൊരു പ്രതീക്ഷ, ആഗ്രഹം മനസ്സിലുണ്ടാവരുത്. ഇനി കാണുന്ന എല്ലാ രൂപങ്ങളിലും, ഭർത്താവിനെ ആയാലും മക്കളെ ആയാലും ആ ചെടികളെ ആയാലും, എല്ലാവരിലും ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ കാണാൻ സാധിക്കണം. ശ്രദ്ധിക്കൂ. നമ്മളിപ്പോൾ വൃന്ദാവനത്തിൽ കൊണ്ടുവച്ചാൽ നമുക്ക് നല്ല സന്തോഷമായിരിക്കില്ലേ? അവിടെ എല്ലാവരും സാത്വിക മനസ്സുള്ളവരായിരിക്കും. എല്ലാ സമയവും നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റിയാലും വളരെ സന്തോഷമായി. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ദൃഷ്ടികോണിൽ വ്യത്യാസം വരുത്തുകയാണ്. മനസ്സിൽ സങ്കല്പിക്കുക, ഈ വീട് തന്നെയാണ് എൻ്റെ തപോവനം, അല്ലെങ്കിൽ ഈ വീട് തന്നെയാണ് ഒരു തീർത്ഥസ്ഥാനം എന്ന സങ്കല്പം മനസ്സിൽ വന്നാൽ ഇതെൻ്റെ ഭർത്താവിൻ്റെ വീട് എന്നൊരു ചിന്ത മനസ്സിൽ മാറി. ഇനി കാണുന്ന ഓരോ രൂപങ്ങളും ഈശ്വരൻ്റെ തന്നെ ഛായകളാണ് എന്നൊരു സങ്കല്പം മനസ്സിൽ വന്നാൽ പിന്നീട് അവരുടെ ഭർത്താവിനും സ്ഥാനമില്ല, മക്കൾക്കും സ്ഥാനമില്ല. കാണുന്നത് മുഴുവൻ ഈശ്വരൻ്റെ രൂപങ്ങളായിരിക്കും. അപ്പോൾ പിന്നെ അവിടെ എങ്ങനെയാണ് ദുഃഖം ഉണ്ടാവുക? പിന്നെ മനസ്സിൽ നാമവും സദാ ദൃഢമായിരിക്കണം. ഏതെങ്കിലും ഒരു നാമം. പ്രയാസമാണ്, പക്ഷേ അതിന് തയ്യാറാവുകയല്ലാതെ അതിന് തയ്യാറായേ പറ്റുന്നു. എന്നാൽ ക്രമേണ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. മനസ്സിലെ സങ്കല്പത്തിൽ അത്രയും ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? പിന്നെ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കണം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ പേപ്പർ ജോലിക്ക് പോകുമ്പോഴും എപ്പോഴും പോക്കറ്റിലുണ്ടായിരിക്കണം. പിന്നെ വീട്ടിൽ നിങ്ങൾ കിടക്കുന്ന മുറിയിൽ, ഡൈനിങ് ടേബിളിൽ, ഹോളിൽ ഒക്കെ ആ വാക്കുകൾ എഴുതി വെപ്പിക്കാം. എന്നാൽ എന്താണ് ഗുണം? നമുക്ക് ആ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാൻ പറ്റും. ഇതാണ് ആ വാക്കുകൾ. സ്പീക്ക് ട്രൂത്ത്, എന്നിട്ടൊരു കോമയിൽ, എന്നിട്ട് ഓം പ്യൂരിറ്റി. ഐ മസ്റ്റ് റിയലൈസ് ഗോഡ് നൗ. ഐ ആം എൻ എംബോഡിമെൻറ്റ് ഓഫ് പ്യൂരിറ്റി, mercy, love and patience.
ഞാൻ ഈശ്വരനെ തിരിച്ചറിയും. ഞാൻ ഈശ്വരനുള്ള ആ ഗുണങ്ങളെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുമെന്ന് നിരന്തരമായി ആ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ മനസ്സിൽ വീണ്ടും വീണ്ടും ആ ഒരു സങ്കല്പം കൊണ്ടുവരാം. കാരണം നമ്മളെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. നമുക്ക് ഈ സമയത്ത് ഹിമാലയത്തിൽ ഏതെങ്കിലും ആശ്രമത്തിൽ പോയിരുന്നത് 12 വർഷങ്ങൾ അവിടെ നിന്ന് താഴോട്ട് വരാതെ അവിടെ ഇരുന്ന് പഠിക്കാനും ഇപ്പോൾ പറ്റില്ല. കാരണം നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു പോയി. ഇനി ഇതിനെ വിട്ടുപേക്ഷിച്ച് പോകാനും പറ്റില്ല. അപ്പോൾ ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് മനസ്സിനെ ഉയർത്താൻ സാധിക്കുക എന്ന മാർഗങ്ങൾ കണ്ടെത്തും. സാധിക്കും. അതിന് സാധിക്കുമെന്ന് തെളിയിച്ചു കാണിച്ചു തന്നിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഗോപികമാരാണ് ഏറ്റവും നല്ല ഉദാഹരണം. ഭാഗവതത്തിലെ 11ാമത്തെ സ്കന്ധത്തിൽ ഒരു സന്ദർഭത്തിൽ നമ്മളിപ്പോൾ മഹാകുംഭമേള കഴിഞ്ഞല്ലോ. ഇതുപോലെ ഭഗവാൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ത്രിവേണി സംഗമം അതിനൊരു സമയമായപ്പോൾ എല്ലാ ഋഷിവര്യന്മാരും മഹാത്മാക്കളും എല്ലാവരും ആ ത്രിവേണി സംഗമ സമയത്ത് പ്രയാഗരാജിലെത്തിയിരുന്നു. അവിടെ ഭഗവാൻ കൃഷ്ണനും വന്നിരുന്നു. ആ സമയത്ത് ഇവിടെ ഈ ഗോപികമാരും വന്നിരുന്നു. വൃന്ദാവനം ഉപേക്ഷിച്ച് പോയതാണ് ഭഗവാൻ. ചെറിയ കുട്ടിയാകുന്നത് പിന്നീട് ആ വൃന്ദാവനത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഗോപികമാർ ഭഗവാൻ കൃഷ്ണനെ കാണുകയാണ്. അപ്പോൾ ഈ ഗോപികമാർ കൃഷ്ണനോട് പറയുന്നത് ഇതാണ്: ഹേ കൃഷ്ണ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത പ്രാരബ്ധങ്ങൾ കാരണം ഈ മുനിമാരെ പോലെ ഇരുന്ന് തപസ്സനുഷ്ഠിക്കുവാനോ ധ്യാനത്തിൽ മുഴുകിക്കൊണ്ട് ഏകാഗ്രമായ മനസ്സോടെ അറിവിനെ പ്രാപ്തമാക്കാനോ ശാസ്ത്രം പഠിക്കാനോ ഉപനിഷത്ത് വായിക്കാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതിന് സമയവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭഗവാനോട് ഒരു വരദാനം ചോദിക്കുക. ഭഗവാന്റെ നാമസ്മരണ ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഒരു നിമിഷം പോലും വിട്ടുപോകരുത്. ഈ ഒരു അനുഗ്രഹം മാത്രം ഭഗവാൻ ഞങ്ങൾക്ക് നൽകിയാൽ മതി. ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നുണ്ട്, ഈ ഗോപികമാരോടുള്ള കടം തീർക്കാൻ ഞാൻ എത്ര ജന്മങ്ങളെടുത്താലും പറ്റില്ല. കാരണം ഒരു നിമിഷം പോലും അവരെന്നെ സ്മരിക്കുവാൻ വിസ്മരിച്ചിട്ടില്ല. മഹാഋഷിമാർക്ക് പോലും ഇത് സാധിക്കില്ല. അതാണ് ഈ ഗോപികമാരുടെ പ്രത്യേകത. ഈ തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധന എന്ന് പറഞ്ഞാൽ എന്താണ്? തപസ്സനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ധ്യാനിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? മനസ്സ് ഏകാഗ്രമായി ഏതെങ്കിലും ഒരു മന്ത്രത്തിലിരിക്കുന്നു. എന്നാൽ ഇവിടെ ഈ ഗോപികമാരെന്താണ് ചെയ്യുന്നത്? വീട്ടിലെ ഗൃഹകാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ മനസ്സ് ഈ നാമത്തിൽ തന്നെയാണ് ഏകാഗ്രമാകുന്നത്. അപ്പോൾ ഈ കണ്ണടച്ച് ശരീരം അനങ്ങാതിരുന്ന് തപസ്സനുഷ്ഠിക്കുന്ന ഋഷിയും ഈ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സ് ഈശ്വരനാമത്തിൽ നോക്കിയിരിക്കുന്ന ഗോപികമാരും തമ്മിൽ എന്താണ് വ്യത്യാസം? അതിന് കൂടുതൽ യോഗ്യത വേണം. ഒരു സന്യാസിയെ സംബന്ധിച്ച് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മാറി ഒരു വനത്തിലോ ആശ്രമത്തിലോ എവിടെയെങ്കിലും പോയിരുന്ന് സാധന അനുഷ്ഠിക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഒരു വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ശരീരം കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിൽ ഈശ്വരൻ നാമം സ്മരിക്കുക എന്നത് ആ ഋഷി ചെയ്യുന്ന തപസ്സിനേക്കാൾ വലിയ കൂടുതൽ ശ്രേഷ്ഠമായ തപസ്സാണ്. അതാണ് ഒരു മാർഗം. പിന്നെ പരമഹംസ യോഗാനന്ദനെ അറിയുന്നവർക്കെങ്കിൽ ദ ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ യോഗി എന്ന പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചൊരു കാര്യമാണ്, ഈ പരമഹംസ യോഗാനന്ദൻ്റെ മാതാപിതാക്കളുണ്ട്. ഇവർ സന്താനോത്പാദനത്തിന് വേണ്ടി മാത്രമായിരിക്കും രാത്രിയിൽ ഒരുമിച്ച് കിടക്കുക. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഭാര്യയും ഭർത്താവും വേറെയാണ് കിടക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണ്. അതാദ്യം മനസ്സിലാക്കണം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, രണ്ടുപേർക്കും ആധ്യാത്മിക സംസ്കാരങ്ങളുണ്ടെങ്കിൽ അതൊരു തീർത്ഥസ്ഥാനമായി തീരും. ഇനി ഒരാൾക്ക് ആത്മീയതയും മറ്റേയാൾക്ക് ഭൗതിക ചിന്തകളുമാണെങ്കിൽ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമായിരിക്കും. എന്നാലും സാധിക്കില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. വിശ്വാമിത്ര മഹർഷി വളരെ മനോഹരമായിട്ട് ശ്രീരാമനോട് തന്നെ പറയുന്നു, ഹേ രാമ, ഒരു ഭർത്താവിന് നാമം ജപിക്കുന്നതിൽ താല്പര്യം, എന്നാൽ ഈ ഭാര്യ അതിന് നേരെ തലതിരിഞ്ഞ പ്രവൃത്തിയാണെങ്കിൽ ആ കാട്ടിൽ പോയി താടക എന്ന രാക്ഷസിയുടെ കൂടെ താമസിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ചില വീടുകളിൽ അങ്ങനെയായിരിക്കും. ഭർത്താവിനായിരിക്കും താല്പര്യം ആത്മീയതയിൽ, ഭാര്യയ്ക്ക് താല്പര്യമുണ്ടാകില്ല. അങ്ങനെ ഈ ഭാര്യയുടെ ശല്യം കാരണം ഈ ഭർത്താവ് സന്യാസത്തിലേക്ക് പ്രവേശിക്കേണ്ട അവസ്ഥ വരും. എന്നാൽ ഇവിടെ ഋഷി പറയുന്നു, ബുദ്ധിയുള്ള സ്ത്രീകൾ അതല്ല ചെയ്യേണ്ടത്. ഭർത്താവിന് ആധ്യാത്മികതയിൽ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ നിന്ന് ഭർത്താവിനെ സഹായിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഭാര്യ ചെയ്യുന്ന സാധനാനുഷ്ഠാനങ്ങളിൽ തടസ്സം നിൽക്കുവാൻ യാതൊരു അധികാരവും ഭർത്താവിനുമില്ല.
കാരണം ജീവിത ലക്ഷ്യം എന്നത് ഈശ്വര സാക്ഷാത്കാരം. സുഖത്തിന് വേണ്ടിയിട്ടാണല്ലേ കല്യാണം കഴിക്കുന്നത്. പിന്നെ ഭർത്താവിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടാകും, ഇവളെല്ലാ സമയത്ത് എൻ്റെ ഇഷ്ടത്തിന് നിൽക്കണം, ഞാൻ പറയുന്നതൊക്കെ കേൾക്കണം. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങൾ. ഭാര്യയും അങ്ങനെ ചിന്തിക്കരുത്, ഭർത്താവ് എൻ്റെ ഇഷ്ടത്തിന് നിൽക്കണം, ഞാൻ പറയുന്ന പോലെ ജീവിക്കണം. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ അതിലൊന്നിലും തളരുവാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും അനുവദിക്കാനും പാടില്ല. മനസ്സ് തളരാതിരിക്കണമെങ്കിൽ മനസ്സിൽ ആ ഒരു നാമം സദാ ദൃഢമായിരിക്കണം. ശിവാനന്ദ സ്വാമികൾ ഇങ്ങനെ കത്തുകൾ അയച്ചു കൊടുക്കുമായിരുന്നു പുതിയതായി വിവാഹം കഴിഞ്ഞവർക്ക് വിവാഹ സന്ദേശമായിട്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നതാണ്, ഒരു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന് അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയും, 5 ഡ്യൂട്ടീസ്. അതിലൊന്നാണ് ദേവയജ്ഞം, പിന്നീട് ഋഷിയജ്ഞം, പിന്നീട് പിതൃയജ്ഞം, പിന്നീട് ഭൂതയജ്ഞം, പിന്നീട് അതിഥിയജ്ഞം. ഈ 5 കാര്യങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിർവഹിക്കേണ്ടതാണ്. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ, ദേവന്മാരെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ അന്തരീക്ഷം സന്ധ്യാസമയമായ ആ നാമജപത്തിൻ്റെ അന്തരീക്ഷം ആ വീട്ടിലുണ്ടായിരിക്കണം. നാമജപോച്ചാരണമാകുന്നു ഇവിടെ ദേവയജ്ഞം. ഇനി ഋഷിയജ്ഞം എന്ന് പറഞ്ഞാൽ ഈ ഋഷിവര്യന്മാരാണ് ഈ അറിവുകളെല്ലാം നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ അറിവിൻ്റെ രൂപമായ ഗ്രന്ഥങ്ങൾ, ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ ഒരു വീട്ടിലെ അച്ഛനും അമ്മയും പഠിക്കുകയും വേണം. മാത്രവുമല്ല ആ മക്കളിലേക്ക് കൂടി ആ അറിവിനെ പകർന്നു കൊടുക്കുകയും വേണം. അതാണ് ഋഷിയജ്ഞം. ഇനി ശാസ്ത്രഗ്രന്ഥം പഠിച്ചില്ലെങ്കിൽ എന്താണ് ഒരു ദോഷം? ഗുരുത്വ ദോഷം എന്നൊരു പാപത്തിന് നമ്മൾ അർഹരായിത്തീരും. പേടിക്കേണ്ട, അത് കേട്ടിട്ട് സമാധാനമായിരിക്കും. ശാസ്ത്രം പഠിക്കണം. കുട്ടികളെ സംസ്കൃതം നിർബന്ധമായിട്ടും അച്ഛനമ്മമാരെ പഠിച്ചിരിക്കണം. എന്നാലേ ഭഗവത്ഗീതയോ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലാണ് അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പിന്നീട് ദേവയജ്ഞവും ഋഷിയജ്ഞവും കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പിതൃയജ്ഞമാണ്. ശ്രാദ്ധങ്ങൾ എല്ലാ വർഷവും അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മുടെ പൂർവികർ അവർ ശരീരം ഉപേക്ഷിച്ചുവെങ്കിലും അവർക്ക് നമ്മൾ ചെയ്യുന്ന ഈ ശ്രാദ്ധകർമ്മങ്ങൾ അതിൻ്റെ ആ ഫലങ്ങൾ അവരിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നുണ്ട്. നമ്മൾ ശ്രാദ്ധം അവിടെ സമർപ്പിക്കുമല്ലോ, ഹവിസ്സന്നമൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത്? ശ്രദ്ധിക്കൂ. നമ്മൾ കൊടുക്കുന്ന ശ്രാദ്ധ ഹവിസ്സിലുണ്ടല്ലോ, സൂര്യപ്രകാശം അതിൽ വന്ന് സ്പർശിച്ച് ആ ഭോജനത്തിലുള്ള ഹവിസ്സിലുള്ള ധാത്വാംശവും പിന്നീട് മലാംശവും നീങ്ങിപ്പോയി രസാംശം മാത്രം സൂര്യപ്രകാശത്തിലൂടെ സൂര്യലോകത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അത് പിതൃക്കൾക്ക് ലഭിക്കും. പിന്നീട് നമ്മൾ ചെല്ലുന്ന മന്ത്രങ്ങളുടെ ആ വൈബ്രേഷൻ അവർക്കൊരു ശരീരമില്ലെങ്കിലും അവരിലേക്ക് അത് എത്തുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് പിതൃക്കളുടെ അല്ലെങ്കിൽ പൂർവികന്മാരുടെ അനുഗ്രഹവും ഒരു ഗൃഹസ്ഥാശ്രമത്തിന് ആവശ്യമാണ്. ഋഷിമാരുടെ അനുഗ്രഹവും ആവശ്യമാണ്. ഇനി 4ാമതായി വരുന്നത് ഭൂതയജ്ഞമാണ്. ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ പക്ഷി മൃഗാദികൾക്കും അവർക്കെല്ലാം നമ്മൾ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ ഓരോ ദിവസവും ഒരു ചെറിയൊരു അംശം അവർക്കും കൂടി മാറ്റിവെക്കണം. അങ്ങനെ ചെയ്താൽ എന്താണ് ഒരു ഗുണം? എല്ലാവരെയും സ്നേഹിക്കുവാനുള്ളൊരു വിശാലമായ ഹൃദയം നമുക്കുണ്ടാകും. 5ാമത് എന്താണ്? അതിഥിയജ്ഞമാണ്. വരുന്ന അതിഥികളെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മളിപ്പോൾ നമുക്കറിയുന്ന ലോകം കേവലം ഈ ഭൂമി മാത്രമാണ്. ലോകം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ലോക്യത്തെ അനേന ഇതി ലോക എന്ന. എന്താണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്? അതാണ് ലോകം എന്ന സംസ്കൃത ശബ്ദത്തിൻ്റെ അർത്ഥം. അങ്ങനെ ഇവിടെ മുഴുവനായി 14 ലോകങ്ങൾ എന്നൊരു ശബ്ദം പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട്.
14 ലോകങ്ങളാണുള്ളത്. ഭുവ സുഹ തപ ജന മഹാസത്യം. പിന്നീട് അതല വിതല സുതല തലാതല മഹാതല രസാതല പാതാളം. ഇങ്ങനെ മൊത്തം 14 ലോകങ്ങളാണുള്ളത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഭൂലോകത്തിലാണ്. ഇനി അങ്ങോട്ട് മുകളിലേക്ക് 6 ലോകങ്ങളുണ്ട്. മൊത്തം ഇനി അങ്ങോട്ട് താഴോട്ടും 7 ലോകങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ 14 ലോകങ്ങൾ. മനുഷ്യൻ ഒരു ശരീരത്തോടെ ജീവിക്കുന്നത് കേവലം ഈ ഭൂലോകത്തിൽ, ഈ ഭൂമിയിൽ മാത്രമാണ്. എന്നാൽ ഈ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് അവൻ ഓരോ ലോകത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അച്ഛമ്മമാരാണ്. ഒരു സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ കർശനമായി നിർബന്ധമായി ആധ്യാത്മിക സംസ്കാരങ്ങൾ ആ കുട്ടികൾക്ക് പകർന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ അച്ഛനമ്മമാർ കാരണം ആ കുട്ടികൾ വഴിതെറ്റിപ്പോയാൽ ഈ ലോകത്തിലല്ല, ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മറ്റു പല ലോകങ്ങളിലും വളരെ ഗുരുതരമായ ശിക്ഷകൾ അവർക്ക് തീർച്ചയായും ലഭിക്കേണ്ടി വരും. കാരണം ഒരു കുട്ടിക്കറിയില്ലല്ലോ ഞാൻ ഏത് പാതയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. അച്ഛനും അമ്മയും എന്താണോ ചെയ്യുന്നത് അത് കണ്ടനുസരിക്കാൻ മാത്രമേ കുട്ടികൾക്ക് സാധിക്കൂ. ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കണമെന്നാണെങ്കിലോ ഈ കുട്ടികളെ നോക്കുക എന്നൊരു ജോലി അത് നിങ്ങൾക്ക് ചെയ്യാൻ വയ്യ എന്നാണെങ്കിൽ ആദ്യം തന്നെ മനസ്സിൽ നിന്ന് ആ കാമത്തിൻ്റെ ചൊറിയിൽ നിന്ന് മാറ്റി നിർത്തി നൈഷ്ഠിക ബ്രഹ്മചര്യത്തിലേക്ക് വരുവാൻ ആദ്യം തന്നെ തയ്യാറാണ്. അതല്ല, കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ നിർബന്ധമായും കർശനമായി ആധ്യാത്മിക സംസ്കാരങ്ങൾ പഠിപ്പിക്കേണ്ടത് അച്ഛനമ്മമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ആ അച്ഛനൊരു അച്ഛനല്ല, ആ ഒരു അമ്മയുടെ അമ്മയല്ല. ഭൗതികമായ വിദ്യാഭ്യാസവും വസ്ത്രവും ആഹാരവും കൊടുക്കാൻ അതീ മൃഗങ്ങളും ചെയ്യുന്നില്ലേ? സ്വന്തം സന്താനങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ മൃഗങ്ങൾക്കും സാധിക്കും. പക്ഷേ ഈ സന്താനത്തിന് ആവശ്യം സംസ്കാരമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ അതിനെ നേരിടുവാനുള്ള മനോബലമാണ്. അത് അനുഷ്ഠാനത്തിലൂടെ മാത്രമേ പകർന്നു കൊടുക്കാൻ സാധിക്കൂ. അത് നൽകാതിരിക്കുന്ന അച്ഛനമ്മമാർ അവരെ ഈ മക്കൾ സ്മരിക്കുകയുമില്ല. ഈ ശരീരം ഉപേക്ഷിച്ചാൽ അവർക്ക് മുക്തി പോലും ലഭിക്കുകയില്ല. പിന്നെ ചില കർശനമായ നിയന്ത്രണങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ അച്ഛനമ്മമാർ കൊണ്ടുവന്നേ പറ്റും. കാരണം നമ്മളിന്ന് ജീവിക്കുന്നൊരു സമൂഹം എന്നത്, ഈ സമൂഹത്തിലെ അന്തരീക്ഷം, ചുറ്റുപാടുകൾ എടുത്തു നോക്കിയാൽ അതൊരു മനുഷ്യൻ്റെ ആധ്യാത്മിക പുരോഗതിക്ക് പൂർണ്ണമായും വിപരീതമായ ദിശയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയാൽ ഗുരുകുല സമ്പ്രദായമായിരുന്നു. അവിടെ ചെറിയ പ്രായത്തിൽ തന്നെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗുരുകുലത്തിലായിരുന്നു ആ കുട്ടി താമസിക്കുന്നത്. അങ്ങനെ ഒരു വനത്തിലെ ആശ്രമത്തിൽ ഒരു ഗുരുവിൻ്റെ സമക്ഷം പൂർണ്ണമായ അനുകൂലമായൊരു അന്തരീക്ഷം ആ ഒരു കുട്ടിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ നമ്മളിന്ന് കാണുന്നതായാലും ശരി, കേൾക്കുന്നതായാലും ശരി, കഴിക്കുന്ന ആഹാരം പോലും മനസ്സിനെ ശാന്തമായിരിക്കാൻ സാധിക്കാത്ത രീതിയിൽ മനസ്സിനെ പ്രലോഭിപ്പിക്കുന്നതാണ് ഇന്ന് ചുറ്റുപാടുമുള്ള ലോകം. അതുകൊണ്ട് തന്നെ ഈ ആധ്യാത്മികതയുടെ ആവശ്യകത പണ്ടുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ് ഇപ്പോഴുള്ളത്. അവർ ചെറുപ്പത്തിലെ ഈ ഒരു നിയന്ത്രണം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ മക്കളിൽ അച്ഛനമ്മമാർ കൊണ്ടുവരണം. അച്ഛാ, ഞാനൊരു സിനിമ കാണാൻ പോട്ടെ എന്ന് കുട്ടി ചോദിച്ചാൽ സിനിമ കാണുക, നോവൽ കാണുക, ഇതിനൊന്നും യാതൊരു കാരണവശാലും അച്ഛനമ്മമാർ അനുവദിക്കരുത്. ശിവാനന്ദ സ്വാമികൾ തന്നെ പറഞ്ഞതാണ്. സംസ്കൃതം നിർബന്ധമായും പഠിപ്പിച്ചിരിക്കണം. ഇവർക്ക് ഈ സിനിമ കാണാൻ തോന്നാനുള്ള കാരണം എന്താണ്? ഫ്രണ്ട്സുമായിട്ടൊന്ന് ഔട്ടിങ്ങിന് പോകണം, എവിടെയെങ്കിലും ഒന്ന് ഹോട്ടലിൽ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ കറങ്ങി വീട്ടിലേക്ക് വരാം. ഇങ്ങനെ തോന്നാനുള്ള കാരണം അതൊരു എൻജോയ്മെൻ്റാണ്. അവർക്ക് ഒരു സിനിമ പോയി കാണാം, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് കിടങ്ങാം, അവർക്ക് അതിൽ നിന്നൊരു സന്തോഷം ലഭിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചറിയൂ, അച്ഛനമ്മമാരോട് പറയുകയാണ്, ഒരു തവണ കുട്ടികൾ കയ്യിൽ നിന്ന് പോയാൽ പിന്നീട് തിരികെ വരില്ല. ഈ ഒരു 5 വയസ്സാകുമ്പോൾ തന്നെ അടിയുറച്ചൊരു സംസ്കാരം, ഇളകാത്ത ആധ്യാത്മിക സംസ്കാരം നൽകിയില്ലെങ്കിൽ സമൂഹം അവരെ പിടിച്ചു കൊണ്ടുപോകും. പിന്നീട് അവർ തിരിച്ചു കിട്ടില്ല ഒരിക്കലും.
നിയന്ത്രിക്കാനല്ല ഇവിടെ ഋഷി പറയുന്നത്. എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട്, എൻ്റെ കുടുംബത്തിലുള്ള ചെറിയച്ഛനുമായൊക്കെ, ഇന്നത്തെ പോക്ക് എങ്ങോട്ടാണ് എന്നോട് ചോദിക്കും. അപ്പോൾ ആദ്യം എനിക്ക് ഉത്തരവൊന്നും കിട്ടിയിരുന്നില്ല. എന്നോടും ചോദിക്കും, എന്താ നീ കല്യാണം കഴിക്കാതെ, ഇങ്ങനെ പോയി ശരിയാവില്ലല്ലോ. പക്ഷേ എനിക്ക് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എവിടെ നിന്നാണ് കിട്ടിയതെന്നറിയോ? സ്വാമി ശിവാനന്ദജി എഴുതിയ പ്രാക്ടീസ് ഓഫ് ബ്രഹ്മചര്യ എന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യക്തമായ ഉത്തരം ലഭിച്ചു. ചിലരുടെ മനസ്സിൽ സംശയമുണ്ടാകും, ഈ 4 ആശ്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടത് നിർബന്ധമല്ല. ബ്രഹ്മചര്യം കഴിഞ്ഞാൽ പിന്നീട് ഗൃഹസ്ഥാശ്രമമാണ്. പിന്നെ എന്താണ് ചിലർ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരാതെ നേരിട്ട് ബ്രഹ്മചര്യത്തിൽ നിന്നും സന്യാസത്തിലേക്ക് പോകുന്നത്? ഇത് ശരിയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ശാസ്ത്രം പറയുന്നത് ഇതാണ്: നിങ്ങൾ എന്തിനെ തിരഞ്ഞെടുക്കണം? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണോ അതോ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് സന്യാസത്തിലേക്ക് പോകുകയാണോ? അങ്ങനെയൊരു സന്ദർഭത്തിൽ ശാസ്ത്രം നൽകുന്ന ഉത്തരം ഇതാണ്: If a man is born with inborn qualities such as Viveka and Vairagya like Shankara and Sadashiva Brahman, he can directly embrace into sannyasa. ശ്രദ്ധിക്കൂ, ഒരു കുട്ടി ജന്മനാ തന്നെ വിവേകം, വൈരാഗ്യം എന്നീ ഗുണങ്ങളോടുകൂടി ജനിക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അവന് അറിവിനെ പ്രാപ്തമാകാനുള്ള തീവ്രമായ ജിജ്ഞാസ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ബ്രഹ്മചര്യത്തിൽ നിന്നും നേരിട്ടും സന്യാസത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദം ശാസ്ത്രവും നമ്മുടെ ഹിന്ദു സംസ്കൃതിയും നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ആരാണ്? മനസ്സിലെ ആഗ്രഹങ്ങളെയും തൃഷ്ണകളെയും ഇന്ദ്രിയസുഖങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവില്ലാത്തവർ, ധർമ്മത്തിൻ്റെ പരിധിയിൽ ഇരുന്നു കൊണ്ട് ആ സുഖങ്ങളെ അനുഭവിക്കുവാൻ വേണ്ടി മാത്രമാണ് ഗൃഹസ്ഥ ആശ്രമം. അത് വലിച്ചുവാരി തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ളൊരു സമയമല്ല ഗൃഹസ്ഥാശ്രമം. അങ്ങനെയാണെങ്കിൽ അതിന് ആശ്രമം എന്നൊരു പേര് തന്നെ വേണ്ടല്ലോ. ഗൃഹസ്ഥാശ്രമം എന്നാൽ ശരിക്കും അതൊരു ആശ്രമമായിരിക്കും. ആ ഒരു പവിത്രതയിൽ ആ വീടും വീടിൻ്റെ പരിസരവും വീടിലെ ഓരോ മുറികളായാലും ശരി, അടുക്കളയായാലും ശരി, ഡൈനിങ്ങായാലും ശരി, എല്ലാം വളരെ പരിശുദ്ധമായി ആശ്രമാന്തരീക്ഷം പോലെ കൊണ്ടുവന്നു. എന്നാൽ എന്താണ് ഒരു ഗുണം? ഭാര്യയും ഭർത്താവും ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് ക്ഷേത്രത്തിലേക്കോ ആശ്രമങ്ങളിലേക്കോ പോയതായ അനുഭൂതി വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകും. എല്ലാവിധ ജോലിയുടെ സ്ട്രെസ്സുകളും വീട്ടിലെത്തിയാൽ മാറും. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ സാധനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നിരന്തരമായി ഓരോ ദിവസവും ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാമത്തിൻ്റെ ഊർജ്ജ തരംഗങ്ങൾ ആ വീട്ടിലുണ്ടാകും. പോസിറ്റീവായ എനർജി ഉള്ള സ്ഥലത്തേക്ക് നെഗറ്റീവായ എനർജിക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. സൂര്യകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിച്ചു തുടങ്ങിയാൽ അന്ധകാരം നീങ്ങിപ്പോവും. അതുപോലെ തന്നെ സാത്വികമായ ഊർജമുള്ള നാമജപ ചിന്തകൾ സദാ നിലനിൽക്കുന്ന ഒരു വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലുള്ള ലൗകിക ചിന്തകൾ ക്രമേണ ഇല്ലാതായേ പറ്റും. അതുകൊണ്ട് ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഗൃഹസ്ഥാശ്രമധർമ്മം ഒരിക്കലും മുക്തിക്കുള്ള തടസ്സമല്ല. അത് കൂടുതൽ നമ്മെ സഹായിക്കുവാനുള്ളൊരു പാതയാണ് ഗൃഹസ്ഥാശ്രമം എന്നത്. അത് ഭാര്യയും ഭർത്താവും ഒരേ ചിന്തയോടെ ഒരേ മനസ്സോടെ മുൻപോട്ട് പോവുകയാണ്. ഈ മീരാബായി രാജകുമാരിയായിരുന്നല്ലോ. മീരാബായിയുടെ വിവാഹം കഴിഞ്ഞതായിരുന്നു. പക്ഷേ യാതൊരു രീതിയിലും ഭർത്താവ് ഈ ഒരു നാമജപ സംസ്കാരത്തോട് യോജിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ മീരാബായിക്ക് പുറത്തിറങ്ങേണ്ടി വന്നു, എല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ മീരാബായി റോട്ടിലേക്ക് ഇറങ്ങി. പക്ഷേ ഭക്തിയുടെ ശക്തി ഉണ്ടായിരുന്നു. മീരാബായിയുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടിരിക്കണം. എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് നാമജപ യജ്ഞങ്ങൾ നടത്തുമായിരുന്നു ഭക്തന്മാരോട് വെച്ച്. അപ്പോൾ മീരാബായിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് മീരാബായി കാരണം വളരെ ഒരു അപമാനം. രാജകുടുംബത്തിലായിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ റോട്ടിലിറങ്ങി നടക്കുക, മീരാബായിനെ കൊണ്ട് വധിക്കാമെന്ന് തീരുമാനിച്ചു ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ. അങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തി. മീരാബായി എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഭജനയിലായിരിക്കും. നീ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ തന്നയച്ച സമ്മാനമാണ് എന്ന് പറഞ്ഞ് ഈ പൊതി മീരാബായിയുടെ കയ്യിൽ കൊടുക്കണം. ആ പൊതിയിൽ എന്താണെന്നറിയോ? ഒരു വിഷമുള്ള സർപ്പമായിരുന്നു. അപ്പോൾ മീരാബായി ഇത്
പൊതി തുറക്കുമ്പോൾ സർപ്പം മീരാബായിയെ കുത്തി. അങ്ങനെ മീരാബായിക്ക് മരണം സംഭവിക്കാനുണ്ടായിരുന്നു ഭർത്താവിൻ്റെ വീട്ടുകാർ ആഗ്രഹിച്ചത്. അങ്ങനെ പറഞ്ഞതുപോലെ ഇയാൾ മീരാബായി ഭജന ചൊല്ലുന്ന സ്ഥലത്തെത്തി. മീരാബായിയോട് പറഞ്ഞു, ഇങ്ങനെയൊരു സമ്മാനം കൊട്ടാരത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, ദേവി അത് സ്വീകരിക്കണം. സ്വീകരിക്കാം, ഭജനയൊന്ന് കഴിയട്ടെ, അവിടെ വയ്ക്കൂ. ഇവർ കാത്തിരുന്നു മീരാബായി അത് തുറക്കുന്നത് നോക്കാൻ വേണ്ടി. മീരാബായി പതിവ് പോലെ ഭജനയെല്ലാം കഴിഞ്ഞു. ഭഗവാന്റെ സമ്മാനം എന്നുള്ളൊരു ഭാവനയിലൂടെ ആ പൊതി തുറന്നു. പൊതി തുറന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ പൊതിയിൽ സാളഗ്രാമമായിരുന്നു, നാഗത്തിൻ്റെ രൂപത്തിലുള്ള സാളഗ്രാമം. അതെങ്ങനെയാണ് സംഭവിച്ചത്? അവിടെ മീരാബായിയുടെ മനസ്സിൽ സംശയമുണ്ടായിരുന്നില്ല. മീരാബായിയുടെ ഭക്തി അനന്യഭക്തി, അതല്ലെങ്കിൽ അവ്യഭിചാരിണി ഭക്തിയായിരുന്നു. അത് പരാഭക്തിയായിരുന്നു. ആരുമില്ലായിരുന്നു മീരാബായിയുടെ കൂടെ. പക്ഷേ അനുഷ്ഠാനത്തിൻ്റെ ശക്തി, ആ സ്വന്തം കൃഷ്ണനിലുള്ള വിശ്വാസം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഈ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് കാണാൻ സാധിക്കും. മഹാത്മാഗാന്ധിജി അതായിരുന്നു. ഒരു ആയുധവും എടുക്കാതെയല്ല അധികം സ്വാതന്ത്ര്യം നേടുന്നത്. അവർക്കൊക്കെ ശ്രദ്ധയുണ്ടായിരുന്നു അനുഷ്ഠാനത്തിൽ. കബീർദാസ് പറയും, സ്വപ്നത്തിൽ പോലും ഏതെങ്കിലും ഒരാൾ രാമനാമം ജപിക്കുകയാണെങ്കിൽ ഞാൻ അയാൾക്ക് എൻ്റെ തോലൂരിയെടുത്ത് ചെരുപ്പുണ്ടാക്കി കൊടുക്കുകയാണ്. അത്രയും അധികം ശക്തി നാമത്തിനുണ്ടെങ്കിലും നമുക്ക് ആ നാമത്തിൻ്റെ ശക്തിയെ അനുഭവിക്കണമെങ്കിൽ നമുക്കൊരു ശ്രദ്ധ വേണം, മനസ്സിൽ ഏകാഗ്രത വേണം, വിശ്വാസവും വേണം. ശ്രീ രാമകൃഷ്ണ പരമഹംസരോട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മകൻ ചോദിച്ചു, ഈശ്വരൻ സർവശക്തിമാനാണല്ലോ, ഈശ്വരൻ വിചാരിച്ചാൽ എന്ത് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണെങ്കിൽ അച്ഛാ, ഈ പൂന്തോട്ടത്തിലുള്ള ചെമ്പരത്തി ചെടി ഉണ്ടല്ലോ, അത് ചുവന്ന പൂവാണ് വിരിയുന്നത്. ഇതേ ചെമ്പരത്തി ചെടിയിൽ വെളുത്ത ചെമ്പരത്തി പൂ നിർമ്മിക്കാൻ ഈശ്വരൻ സാധിക്കുമോ എന്ന് രാമകൃഷ്ണൻ്റെ മകനായ മധുരബാബു രാമകൃഷ്ണ പരമഹംസരോട് ചോദിച്ചു. രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, ഈശ്വരൻ ഇച്ഛാമയനാണ്, എന്തും ഈശ്വരൻ്റെ ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കും. പക്ഷേ ഈ മകനത് വിശ്വാസമായി. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞ് അതേ ചെമ്പരത്തി ചെടിയുടെ മറ്റൊരു ശാഖയിൽ വെള്ള നിറത്തിലുള്ള ചെമ്പരത്തി പൂ വിരിഞ്ഞിരിക്കുന്നു. രാമകൃഷ്ണ പരമഹംസർ മുരളോടുകൂടി ആ ചെടിയെടുത്ത് മകന് കാണിച്ചു കൊടുത്തു. അങ്ങനെ മകൻ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും ഞാനിനി അങ്ങയോട് തർക്കിക്കാൻ വരില്ല. ഇപ്പോൾ മനസ്സിലായി അങ്ങയുടെ ഭക്തി എന്താണെന്ന്. ഒരു ഉള്ളി എടുത്ത് നോക്കും, എന്നിട്ട് ഉള്ളി ഇങ്ങനെ തൊലിച്ചാൽ എന്താ സംഭവിക്കുക? തോൽ മാത്രമേ കാണാൻ പറ്റൂ, അകത്ത് കാമ്പായിട്ടൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമായിട്ടിരുത്തി എല്ലാ ചിന്തകളെയും അങ്ങനെ തൊലിച്ചൂരി കളഞ്ഞാൽ അവിടെ നമുക്ക് ആനന്ദം മാത്രമായിരിക്കും ദർശിക്കാൻ സാധിക്കും. ഇനി വളരെ 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 ഏറ്റവും അധികം പ്രധാനപ്പെട്ടൊരു കാര്യം, ഗൃഹസ്ഥാശ്രമം നമുക്ക് വളരെ ശാന്തമായി മുമ്പോട്ട് പോകണമെങ്കിൽ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനസ്സ് ശാന്തമായിട്ട് ഒരേ സമയം നാമം ജപിക്കുമ്പോൾ ഏകാഗ്രമായിട്ടിരിക്കണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ടൊരു സഹായവും തടസ്സവുമായി തീരുന്നത് ആഹാരം തന്നെയാണ്. ആഹാരശുദ്ധോ സത്വശുദ്ധോ ധ്രുവാസ്വതി. ആഹാരത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. മാംസാഹാരം കഴിച്ചാൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് ശാസ്ത്രജ്ഞനാകാൻ സാധിക്കും, പക്ഷെ ഒരു ആത്മജ്ഞാനിയാകാൻ അതുകൊണ്ട് സാധിക്കില്ല. യുക്തിചിന്തയും ഈ തപസ്സിൻ്റെ ശക്തിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. യുക്തിക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതായ അത്ഭുതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മുടെ തപസ്സിനും സമർപ്പണത്തിനും ശ്രദ്ധയ്ക്കും സാധിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മാംസാഹാരം കഴിക്കുന്നവരാരെങ്കിലും ഇല്ല എന്ന് വിചാരിക്കും, ഉണ്ടോ? എന്താണ് ഒരു ഉത്തരം ലഭിക്കാത്തത്? കൈപൊക്കിയാൽ വളരെ നന്നായിരുന്നു. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ എതിർക്കാനൊന്നും പോകുന്നില്ല, സത്യം മനസ്സിലാക്കി വെച്ചു. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാം, ഉള്ളി വെളുത്തുള്ളി ഉപയോഗിക്കുന്നവരാരെങ്കിലും? ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്നുണ്ടാകും. നിങ്ങൾ ലീവുള്ള സമയത്ത് 2 സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും പോകും. ഒന്ന് വൃന്ദാവൻ,
വൃന്ദാവനം എന്ന പ്രദേശത്തിൽ തന്നെ ഉള്ളി വെളുത്തുള്ളി പോലുള്ള ആഹാരങ്ങൾ പ്രവേശിപ്പിക്കുകയില്ല. അവിടുത്തെ ഹോട്ടലുകളിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടാകും നോ ഒണിയൻ നോ ഗാർലിക്. പിന്നെ നിങ്ങൾ പോകേണ്ടത് ചാലക്കുടിയിൽ ഭാഗവത ഗ്രാമമുണ്ട്. അവിടേക്കും ഈ പറഞ്ഞ 2 സാധനങ്ങൾ പ്രവേശിപ്പിക്കില്ല. അതെന്താണ്? ഞങ്ങളെല്ലാവരും ഭൂരിഭാഗം ഹിന്ദുക്കളും ഉള്ളിയും വെളുത്തുള്ളിയും ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഇതുവരെ യാതൊരു രോഗവും വന്നിട്ടില്ല. ഇതെന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്? ഉള്ളിയും വെളുത്തുള്ളിയും കൂട്ടാൻ പാടില്ല. ഒരു വശത്ത് നോക്കിയാലും ഒരു രീതിയിൽ അത് ഔഷധത്തിൻ്റെ ഗുണം നമുക്ക് ചെയ്തു എന്നാണെങ്കിൽ, ഇതുപോലെ ആട്ടിൻപാൽ വളരെ ഔഷധ ഗുണമുള്ള, പക്ഷേ അത് രജോഗുണമടങ്ങിയതാണ്. ഈ ചില ആഹാരങ്ങൾ മാറ്റി നിർത്തണമെന്ന് പറയാനൊരു കാരണം, മനസ്സിന് ഏകാഗ്രത ലഭിക്കാൻ വേണ്ടത് സാത്വിക ഗുണമാണ്. തമോ ഗുണവും രജോ ഗുണവും മനസ്സിലുണ്ടായാൽ മനസ്സിന് ഏകാഗ്രമാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ രജോ ഗുണം നിറഞ്ഞ ആഹാരം കഴിച്ചുകൊണ്ട് നമ്മൾ നാമം ജപിക്കാനിരുന്നുള്ള അവസ്ഥ എന്തായിരിക്കും? മനസ്സ് ചഞ്ചലമായിരിക്കും, മനസ്സ് ശാന്തമായിരിക്കില്ല. ആഹാരത്തിൻ്റെ പ്രഭാവം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും, നമ്മുടെ ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കും. കഴിക്കുന്ന ആഹാരത്തിൻ്റെ സൂക്ഷ്മമായ അംശം അതാണ് നമ്മുടെ മനസ്സായിട്ട് തീരുന്നത്, അതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കുന്നത്. ഈ നാവും ഈ ജനനേന്ദ്രിയവും തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ട്. ജലതന്മാത്രയുടെ സാത്വിക അംശത്തിൽ നിന്നാണ് നമ്മുടെ നാവ് രൂപപ്പെടുന്നത്. ഇതേ ജലതന്മാത്രയുടെ രാജസിക അംശത്തിൽ നിന്ന് നമ്മുടെ ജനനേന്ദ്രിയം രൂപപ്പെടുന്നു. അപ്പോൾ നാവിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്താൽ അത് നമ്മുടെ ജനനേന്ദ്രിയത്തെയും പ്രേരിപ്പിക്കും. അങ്ങനെ അത് നമ്മുടെ മനസ്സിനെ വേണ്ടാത്ത ചിന്തകളിലേക്ക് നയിക്കുകയും ചെയ്യും. നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞൊരു വ്യക്തിക്ക് വേറെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ വളരെ എളുപ്പമായിരിക്കും. നാവിനെ നിയന്ത്രിച്ചാൽ മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിക്കും. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ ഉള്ളി വെളുത്തുള്ളി മാംസാഹാരം ഉപേക്ഷിക്കൂ എന്ന് പറയുന്നത്. മനസ്സിനത് ഗുണം ചെയ്യില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ശരീരത്തിന് ചില ഗുണങ്ങൾ ചെയ്യാൻ സാധിച്ചുവെങ്കിലും, ചില രീതികളിൽ അത് ഔഷധമായി നമുക്ക് പ്രയോജനമാകുമെങ്കിലും, നമുക്ക് വേണ്ട മനസ്സിൻ്റെ ശാന്തത കൊണ്ടുവരുവാൻ ഈ പറയുന്ന ആഹാരങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ആഹാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഒരിക്കൽ ഇവിടെ മഹാഭാരത യുദ്ധ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം പകർന്നു കൊടുക്കുകയും ഭഗവാന്റെ നിർദ്ദേശങ്ങൾ കേട്ട് അർജുനന് മാറാൻ സാധിച്ചു. അർജുനൻ വീണ്ടും യുദ്ധം ചെയ്തു. പക്ഷേ മഹാഭാരത യുദ്ധം മുഴുവൻ കഴിഞ്ഞിട്ടും യുധിഷ്ഠിരൻ്റെ മനസ്സ് വളരെ വലിയ നിരാശയിലേക്ക് പോയി. കാരണം ഞങ്ങൾ ഈ യുദ്ധത്തിൽ വിജയം കൈവരിച്ചത് ചതിയിലൂടെയാണ്. അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ദ്രോണരോട് പറഞ്ഞിട്ടാണ് ദ്രോണരെ തോൽപ്പിച്ചത്. കള്ളം പറഞ്ഞിട്ടാണല്ലോ. ധർമ്മത്തിന് വേണ്ടിയിട്ടായാലും ഒരു കള്ളം എനിക്ക് പറയേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ നേടിയ ഈ വിജയം ശരിയായില്ല എന്ന നിരാശ യുധിഷ്ഠിരൻ്റെ മനസ്സ്. നേരെ അർജുനൻ യുധിഷ്ഠിരനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ കൊണ്ടുപോയി. അർജുനന് നൽകിയതുപോലെയുള്ള ഉപദേശം ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനും നൽകി. പക്ഷേ ഇവിടെ അത്ഭുതം സംഭവിച്ചത്, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിട്ട് പോലും മനസ്സിൻ്റെ വിഷമത്തിൽ നിന്നും പുറത്തു കിടക്കാൻ യുധിഷ്ഠിരന് സാധിച്ചില്ല. ഇത് കൃഷ്ണന് മനസ്സിലായപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? യുധിഷ്ഠിരനെ നേരെ ഭീഷ്മ പിതാമഹൻ്റെ സമക്ഷം കൊണ്ടുപോയി. എന്നിട്ട് ഭീഷ്മ പിതാമഹനാണ് വിഷ്ണു സഹസ്രനാമം നിർദ്ദേശിച്ചു കൊടുത്തത്. ചിലർക്ക് അങ്ങനെയാണ്, ഭഗവാന്റെ വാക്കുകൾ കേട്ടാൽ പോലും ഇവിടെ യുധിഷ്ഠിരന് മാറാൻ സാധിച്ചില്ല. എന്നാൽ ഇതേപോലെ തപസ്സിൻ്റെ ശക്തിയുള്ള ഭീഷ്മ പിതാമഹൻ്റെ വാക്കുകൾ യുധിഷ്ഠിരൻ്റെ മനസ്സിൽ ആ ചിന്തയെ മാറ്റി നിർത്താൻ സഹായിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ ഇവിടെ നിന്ന് കേട്ടു. ഒരു പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് വളരെ അധികം പ്രയോജനമുണ്ടായി. ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ നിൽക്കണമെന്നില്ല. എന്നേക്കാൾ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇത് കൂടുതൽ പറഞ്ഞു തരാൻ ആർക്ക് സാധിക്കുകയില്ല. എഴുതിയിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് സാധിക്കും. കാരണം ഞാൻ ബ്രഹ്മചാരിയാണ്. ഞാൻ ഈ വീട്ടിലെ ചിന്തകളിലൊന്നും ഇടപെടാറില്ല. ഞാനിതുപോലെയുള്ള ദുഃഖം നിറഞ്ഞ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കാറുമില്ല. എനിക്കത് ആ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ലൈവായിട്ടൊരു പ്രൂഫ് വേണമെങ്കിൽ എൻ്റെ അമ്മയോടൊന്ന് നിങ്ങൾ രഹസ്യമായിട്ട് ചോദിച്ചു നോക്കും.
കാരണം ഇതെല്ലാം ഇത്രയും വർഷങ്ങൾ അനുഭവിച്ച് എങ്ങനെ അതിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന് അനുഭവജ്ഞാനം എന്നേക്കാൾ കൂടുതൽ എൻ്റെ അമ്മയ്ക്കായിരിക്കും. അത് ഒരു പക്ഷേ എനിക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഇവിടെ എത്ര പേര് വന്നിരുന്നല്ലോ, ഒരേ ഒരു മാറ്റം, ആഹാരത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണ്. മാംസവും ഉള്ളിലും വെളുത്തുള്ളിയും മാറ്റി നിർത്താൻ തയ്യാറാണ്. എന്താണ് ചോദിച്ചതിനൊരു ഉത്തരമില്ലായ? തയ്യാറായാൽ നിങ്ങൾക്കാണ് നല്ലത്. തയ്യാറാണെങ്കിൽ എനിക്ക് വാക്ക് തരാൻ ധൈര്യമുണ്ടോ? തയ്യാറാണെങ്കിൽ മാത്രമേ വാക്ക് തരാം. വെറുതെ എനിക്ക് വാക്ക് തന്നു പോയി വാക്ക് തെറ്റിച്ചാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാകും നിങ്ങൾക്ക്. ഉള്ളിയും വെളുത്തുള്ളിയും ഉപേക്ഷിക്കാൻ തയ്യാറാണോ? മാംസാഹാരം ഉപേക്ഷിക്കാൻ തയ്യാറാണോ? ചിലർക്ക് വാക്ക് തരാൻ പേടിയായിരിക്കും. ഇപ്പം ഞാൻ വിചാരിച്ചാലും വീട്ടിൽ എൻ്റെ ഭർത്താവും മക്കളൊന്നും സമ്മതിക്കില്ല. അവർക്ക് ആഴ്ചയിൽ ഒരിക്കലും മാംസാഹാരമൊക്കെ വേണം. പിന്നെ എങ്ങനെയാണ് അവർ വേറൊരു രീതിയിലും ഇപ്പം ഞാൻ ആഗ്രഹിച്ച പോലും എനിക്ക് സാധിക്കില്ലല്ലോ. അങ്ങനെ ഒരു വിഷമം ചിലർക്കുണ്ട്. ചിലർക്കല്ല, ഭൂരിഭാഗം വീടുകളിലും അതാണ് സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് ആദ്യം ഉണ്ടാവും, ഭർത്താവും മക്കളും ഓപ്പോസിറ്റായി. അല്ലെങ്കിൽ ഭർത്താവ് നല്ലതാണെങ്കിൽ ഭാര്യയും മക്കളും ഓപ്പോസിറ്റായിരിക്കും. വിചാരിച്ച പോലെയൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ എന്താ ചെയ്യുക? നമ്മുടെ ജീവിതം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മക്കളുമല്ല, നമ്മുടെ ഭർത്താവുമല്ല, അത് നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. മറ്റുള്ളവർ സഹകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. ഇവൻ ഭർത്താവ് ചോദിച്ചു, നീ എന്താണ് ചില മാറ്റങ്ങൾ നല്ല കാണുന്നു, നീ എന്താ ആഹാര രീതിയൊക്കെ മാറ്റിയത്? അപ്പോൾ അവരോട് തർക്കിക്കാനൊന്നും പോണ്ട. ഭർത്താവ് നിങ്ങളോട് യോജിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ യോജിക്കുന്നില്ലെങ്കിൽ അവരെ വിളിക്കാം, ശാന്തമായിട്ട് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടേതും ശരി, എനിക്ക് എൻ്റേതും ശരി. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല എന്നെപ്പോലെ ജീവിക്കണമെന്ന്. പക്ഷേ എൻ്റെ ജീവിത രീതി അത് ഞാനിനി മാറ്റം വരുത്തില്ല. എനിക്ക് ചില സത്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള പോലെ നിങ്ങൾ ജീവിച്ചോ, നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഈ തീരുമാനത്തിൽ ഇനിയൊരു മാറ്റം വരില്ല. അഥവാ ഈ തീരുമാനങ്ങളോടെ ഞാനിവിടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് കൊള്ളുന്നില്ലെങ്കിൽ ഞാൻ സന്യാസം സ്വീകരിക്കാൻ പോകാം. ഇനി നിങ്ങൾ തീരുമാനിച്ചു, എന്നെ കാണണോ അതോ ഒറ്റയ്ക്ക് ജീവിക്കണം? അപ്പോൾ ഭർത്താവ് നമ്മുടെ തലകുതിക്കും. അറ്റ്ലീസ്റ്റ് ഇവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ ജീവിച്ചാലെങ്കിലും ഇവളെ കാണാനേക്ക് പറ്റുള്ളൂ. ഭർത്താവിനെ സമ്മതിച്ചേ പറ്റും. അതുകൊണ്ട് തീരുമാനം വളരെ ദൃഢമായിരിക്കും, ഉറച്ച തീരുമാനമായിരിക്കും. പിന്നെ എണീക്കണം, 4 മണിക്ക് എണീക്കണം. ആ സമയത്താണ് ഏറ്റവും നല്ലൊരു സമയം. ഇതാരാണെന്നറിയോ ഈ ഫോട്ടോത്തിൽ കാണുന്നത്? ഇദ്ദേഹത്തിൻ്റെ പേരറിയോ? ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരുദേവനായിരുന്നു. ഇദ്ദേഹം പൂർവാശ്രമത്തിൽ ഒരു അലോപ്പതി ഡോക്ടറായിരുന്നു. പിന്നീടാണ് ഹിമാലയത്തിൽ 12 വർഷം അങ്ങനെ സന്യാസം സ്വീകരിച്ച് സ്വാമി ശിവാനന്ദ. ഞാൻ ഈ പുസ്തകം എടുക്കാൻ കാരണം എന്താണെന്നറിയോ? ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജുകൾ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും. അഭ്യാസക്രമ ആൻഡ് ദിനചര്യ, എലമെൻ്ററി കോഴ്സ് ഫോർ ബിസി പീപ്പിൾ എന്ന് പറഞ്ഞു. ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ രാത്രി വരെ ഓരോ സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിൽ സാധനാനുഷ്ഠാനങ്ങൾ ഏതൊക്കെ സമയത്ത് ഏത് രീതിയിൽ കൊണ്ടു നടക്കണമെന്ന് ഓരോ സമയം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ വളരെ നന്നായിരിക്കും. ഒന്നല്ലെങ്കിൽ ഇത് എഴുതുക, അല്ലെങ്കിൽ ഈ ഫോട്ടോ മൊബൈലിൽ എടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ഈ പറയുന്ന സമയത്ത് ഇതിലെന്താണോ പറയുന്നത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കിയാൽ മാറ്റം വരും. ആദ്യം പരിശ്രമിക്കുന്ന വ്യക്തിക്ക് മാറ്റം വരും,
പിന്നീട് ആ മാറ്റം വന്ന വ്യക്തിയിലൂടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും മാറ്റം വന്നുകൊണ്ടിരിക്കും. പിന്നീട് ഇനിയും കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് പ്രാപ്തമാക്കാൻ ശിവാനന്ദ സ്വാമികൾ തന്നെ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഷുവർ വെയിൻസ് ടു സക്സസ് ഇൻ ലൈഫ് ആൻഡ് ഗോഡ് റിയലൈസേഷൻ. കൂടുതൽ അറിവുകൾ ആഴത്തിൽ വേണമെങ്കിൽ ഈ പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. ആമസോണിൽ അതിപ്പോൾ കിട്ടും, കടയിൽ പോയാൽ കിട്ടുമെന്ന് അറിയില്ല, ഒരു പക്ഷേ ശിവാനന്ദ സ്വാമികളുണ്ടാകും. ഇദ്ദേഹം 300ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ശിവാനന്ദ സ്വാമികൾ. അതേ ശിവാനന്ദ സ്വാമികൾ തന്നെ എടുത്തു പറഞ്ഞതാണ്, ഒരു ഭാര്യയും ഭർത്താവും ആ ജീവിതം സുഖമാണെങ്കിൽ ഞാൻ എഴുതിയ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കും, ഇതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഷുവർ വേസ് ടു സക്സസ് ഇൻ ലൈഫ് ആൻഡ് ഗോഡ് റിയലൈസേഷൻ. എൺപത് വയസ്സ് കഴിഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ? 80 വയസ്സ് കഴിഞ്ഞവർ ഉണ്ട്. ശിവാനന്ദ സ്വാമികൾ വളരെ മനോഹരമായിട്ട് പറയും, ഈശ്വരനെ കാണാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ ദിവസം നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണെന്ന് സങ്കല്പിക്കുക. അതായത് ഈ ദിവസം രാത്രി എനിക്ക് മരിക്കണം. അങ്ങനെ ഒരു ബോധം നമുക്ക് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ജീവിക്കാനുള്ള ആഗ്രഹം വളരെ വളരെ കൂടുതലായിരിക്കും നമുക്ക്. അതുകൊണ്ട് ഈ ദിവസം നമ്മുടെ ജീവിതത്തിലെ അവസാന ദിവസമാണ് എന്നൊരു സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് അത്രയും തീവ്രതയോടെ ഈശ്വരനാമം ആത്മാർത്ഥമായി ജപിച്ചുകൊണ്ടിരിക്കുക. അത്രയും തീവ്രമായ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈശ്വരനെ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഇവിടെ വെച്ച് തന്നെ കാണാൻ സാധിക്കും. അതിന് നമുക്ക് ഏകാഗ്രതയും അത്രയും വിശ്വാസവും വേണം. ആയിരിക്കുന്ന മോളെ എത്രാം ക്ലാസ്സിലാണ്? 10ാം ക്ലാസ്സിൽ. അച്ഛനും അമ്മയും വന്നിട്ടുണ്ടോ കൂടെ? അമ്മയെവിടെ? അച്ഛനെവിടെ? ദുബായ്. കൂടെ അനിയനെങ്കിലും ആരെങ്കിലും ഉണ്ടോ? ചേച്ചി എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. നാമം ജപിക്കാറുണ്ടോ? ഇരിക്കും. ഞാനൊരു പുസ്തകം പറഞ്ഞാൽ നമ്മൾ വായിക്കാം. ആമസോണിൽ പോകാം. മൈൻഡ് ഇറ്റ്സ് മിസ്റ്ററീസ് ആൻഡ് കൺട്രോൾ എന്നടിച്ചു കൊടുക്കുക. ഒരു പുസ്തകം ലഭിക്കും, വായിച്ചു നോക്കുക. വളരെ ഗുണം ചെയ്യുന്ന പുസ്തകം. ഞാൻ പറഞ്ഞതൊന്നും ഓർമ്മയില്ലെങ്കിലും ഒരു കാര്യം മാത്രമേ എല്ലാവരും നോക്കി. അട്ട മനുഷ്യൻ്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് എങ്ങനെയായിരിക്കും? അതത്ര എളുപ്പത്തിൽ വേർപിരിയില്ല. അതുപോലെ ഒരു ഒട്ടിൽ നമ്മുടെ സാധനാനുഷ്ഠാനത്തോട്, ഒരു നിർബന്ധ ബുദ്ധി നാമജപത്തോട് നമ്മൾ വയ്ക്കണം. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഒരു ദിവസം നാമജപത്തിൽ നിന്നും ഞാൻ വേറിട്ട് നിൽക്കില്ല. അങ്ങനെ ഒരു ദൃഢമായ നിർണയം. അത് രാവിലെ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല, തിരക്കുകൊണ്ട്. സാരമില്ല, രാവിലെ സാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. രാത്രി കിടക്കാൻ ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും ഒരു 108 തവണയെങ്കിലും നാമജപമാണെങ്കിൽ അത്. ചിലർക്ക് ധ്യാനത്തിനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ. സാധന ഏത് രീതിയിലുള്ള സാധനയായാലും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആ ദിവസം വേസ്റ്റായി പോകും. സാധന ചെയ്യാത്ത ദിവസങ്ങൾ വേസ്റ്റായി. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. പിന്നെ ചിന്മയാനന്ദ സ്വാമികളുടെ ജീവചരിത്രം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഒരു കാര്യം കൂടി മോണ്ട് പറയട്ടെ. യൂട്യൂബിൽ പോയിട്ട് സ്വാമി ചിന്മയാനന്ദ മൂവിന്നോ അല്ലെങ്കിൽ സ്വാമി ചിന്മയാനന്ദ ലൈഫ് ഹിസ്റ്ററി നിലച്ചു കൊടുത്താൽ ചിന്മയാനന്ദ സ്വാമികളുടെ ജീവചരിത്രം ഒരു മൂവിയുടെ രൂപത്തിൽ അവൈലബിളാണ്. അതുകൂടി ഒന്ന് കണ്ടു. എല്ലാവരും കാണുന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ ചിന്മയാനന്ദ കോളത്തിൽ ഒരുപാട് ദിവസം നിൽക്കാതായിരുന്നു കാണിച്ചത്. കാരണം ചിന്മയാനന്ദ സ്വാമിയുടെ തുടക്കത്തിൽ ഒരു നിരീശ്വരവാദിയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഇതിലേക്ക് വന്നത്. അതിൽ ചിന്മയാനന്ദ സ്വാമികൾ ശിവാനന്ദ സ്വാമികളോട് ഒരു ചോദ്യം ചോദിച്ചു. ഈശ്വരനുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ചിലർ ദുഷ്ടകൃത്യങ്ങൾ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് എല്ലാവരും നല്ല ചിന്തകളുള്ളവരാവാത്തത്? അപ്പോൾ ശിവാനന്ദ സ്വാമികൾ പറഞ്ഞത്, ഒരു കാറെടുത്ത് നോക്കൂ ഉദാഹരണമായിട്ട്. ആ കാർ ഏത് ദിശയിൽ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കാറാണോ ഓടിക്കുന്ന ഡ്രൈവറാണോ?
ഓടിക്കുന്ന ഡ്രൈവറാണ് കാർ ഏത് ദിശയിൽ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ കാറിലെ പെട്രോളല്ല. എന്നാൽ കാർ ഓടണമെങ്കിൽ പെട്രോൾ ആവശ്യമാണ്. ഇതുപോലെയാണ് ഈശ്വരൻ. ഈശ്വരനല്ല തീരുമാനിക്കുന്നത് മനുഷ്യൻ ഇവൻ ദുഷ്ടനാവണം അല്ലെങ്കിൽ ഇവൻ നല്ലവനാവണം. ദുഷ്ടനായാലും ശരി നല്ലവനായാലും ശരി, ഈ കാറിലെ പെട്രോൾ പോലെ ആ മനുഷ്യനിലെ ശക്തിയായി ഈശ്വരൻ എപ്പോഴും കൂടിയുണ്ടാകും. പക്ഷെ നന്നാവണ്ടേ എന്ന് തീരുമാനിക്കുന്നത് സ്വയം ആ വ്യക്തി തന്നെയായിരിക്കും. അതുകൊണ്ട് സ്വന്തം മക്കൾക്ക് ആധ്യാത്മിക സംസ്കാരം പകർന്നു കൊടുക്കാതെ അവരെ ഈ സമൂഹത്തിൻ്റെ ജീവിക്കാൻ കിട്ടാൻ എന്താണ് ഒരു പ്രയാസം. ശരീരം ഉപേക്ഷിച്ചാലും ആ അച്ഛനമ്മമാർക്ക് ഒരിക്കലും അടുത്ത ജന്മത്തിലും ശാന്തിയോ സമാധാനമോ അനുഭവിക്കാൻ സാധിക്കില്ല. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം വലിയ രീതിയിലുള്ള പ്രലോഭനങ്ങൾ നൽകാൻ ഓരോ വ്യക്തികൾക്കും സമൂഹത്തിനും ചുറ്റുപാടിലും സാധിക്കും. അതേക്കാൾ വലിയ തീവ്രമായ ശക്തി നമ്മുടെ സാധനയിലുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു മാതാവിന് ഒരു സന്താനത്തിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിച്ചാൽ സമൂഹത്തിൻ്റെ സ്വാധീനം ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവില്ല. അതിനൊക്കെ ശക്തി വേണം. അതിനാദ്യം ആ മാതാവിനൊരു ശക്തി വേണം. ഗൃഹസ്ഥാശ്രമികളോട് ശിവാനന്ദ സ്വാമികൾ പറയുന്നത് ഇതാണ്: ഹേ രാമ, ദേവീ സ്വരൂപമായ നിൻ്റെ ആ പത്നി ഗൃഹലക്ഷ്മിയെ വളരെ സന്തോഷത്തോടു കൂടി ആദരിക്കും. കാരണം എവിടെയാണോ നാരിയെ ആദരിക്കുന്നത് അവിടെ സമ്പത്തും അഭിവൃദ്ധിയും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ അതൊരു തപസ്സാക്കി മാറ്റണം. ജീവിത ലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരം. ഈ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത്രയും മാത്രം ഓർമ്മിച്ചാൽ എൻ്റെ ഈ ജീവിതം കൊണ്ട് ഞാൻ, ഭർത്താവും, എൻ്റെ കുട്ടികൾ, അതിലൂടെ സമൂഹത്തിനും ചുറ്റുപാടിനും നന്മയും പ്രചോദനവും ഉണ്ടാവണമെങ്കിൽ ആദ്യം എൻ്റെ വീട്ടിൽ നിന്നും അതിനുള്ള മാറ്റം കൊണ്ടുവരാൻ കഴിയും. അതിനാദ്യം 4 മണിക്ക് എണീറ്റ്, 4 മണിക്ക് എണീക്കാൻ പറ്റിയില്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് അച്ഛനും അമ്മയും എണീറ്റും മക്കളെയും തീർച്ചയായിട്ടും വിളിച്ചുണർത്തണം. എന്നിട്ട് സാധന അനുഷ്ഠിക്കണം, നാമം ജപിക്കുകയും വേണം. അങ്ങനെയായാൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മക്കളായാലും ശരി, ഉത്തരം നൽകാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഉത്തരം നൽകുവാൻ അവിടെ ഈശ്വരൻ്റെ ഒരു അദൃശ്യമായ ശക്തി, ഈ ഒരു തപസ്സിൻ്റെ ശക്തിയുടെ രൂപത്തിൽ അവരുടെ കൂടെ ഉണ്ടാകും. പിന്നീട് നിർബന്ധമായും സമയം കിട്ടുമ്പോൾ തീർത്ഥാടനങ്ങളിലേക്ക്, ഈ പല എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ജോലി സമയവും മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകുന്നതിന് പകരം ആദ്യം വൃന്ദാവനത്തിലേക്ക് പോകും. അവിടെ പോയി നോക്കും. അവരുടെ ആ വൃന്ദാവനത്തിലുള്ള ആ ഭക്തരുടെ മനസ്സിലുള്ള കൃഷ്ണനോടുള്ള സ്നേഹം ഇന്നും ഏത് രീതിയിലാണെന്ന് അവിടെ പോയി അനുഭവിച്ചാൽ നമുക്ക് സാധിക്കും. പിന്നീട് നിർബന്ധമായിട്ടും അനുഷ്ഠാനത്തോടൊപ്പം ശാസ്ത്ര പഠനവും കൂടി കൊണ്ടുവരണം. ശാസ്ത്ര പഠനം എന്ന് പറഞ്ഞാൽ നേരിട്ട് മനുഷ്യത്തിലേക്കൊന്നും പോകാമെന്നില്ല. സന്ധ്യാസമയമാകുമ്പോൾ വീട്ടിൽ 4 പേരാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്നത് ശ്രീമദ് ഭാഗവത പുരാണം വായിച്ച് ആ കഥകളും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ അച്ഛനമാർക്ക് സാധിച്ചാൽ, അല്ലെങ്കിൽ 4 പേരും ഒരുമിച്ചിരുന്ന് ഒരേ മനസ്സോടെ സാധനങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. പണ്ഡിത ഗോപാലൻ നായർ എഴുതിയ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ പുസ്തകം ഇപ്പോഴും ലഭിക്കും, ഗുരുവായൂർ ലഭിക്കും. അങ്ങനെ ആ ഒരു ഗൃഹം എന്നൊരു അന്തരീക്ഷം ക്രമേണ നമ്മുടെ പരിശ്രമത്തിലൂടെ ഒരു തപോഭൂമിയാക്കി മാറ്റുവാൻ ആ വീട്ടിൽ എത്ര പേരുണ്ടോ ഓരോരുത്തരും ശ്രമിക്കണം. ഇനി ആരും ശ്രമിച്ചില്ലെങ്കിൽ, ആരും എൻ്റെ വഴിക്ക് വരാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, ശാന്തമായി മറ്റുള്ളവരോട് കയർക്കാതെ, ഭാര്യയാണെങ്കിൽ ഭാര്യ, ഒറ്റയ്ക്കാണെങ്കിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മനസ്സിൽ വിഷമങ്ങൾ വരുമ്പോൾ ഈശ്വരനോടുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ. അതുകൊണ്ടാണ് സ്വാമിജി ഒരു പോക്കറ്റിൽ വാക്കുകൾ എഴുതി വയ്ക്കാൻ പറഞ്ഞത്: ഐ വുഡ് റിയലൈസ് ബ്രഹ്മൻ നൗ. ഈ ജന്മത്തിൽ തന്നെ
ഞാൻ ഈശ്വരനെ അനുഭവിക്കാനുള്ള ചെറിയൊരു പരിശ്രമമെങ്കിലും തീർച്ചയായിട്ടും ചെയ്യും. വിഷമിക്കരുത്. അതുകൊണ്ടാണ് ഞാനൊരു കുഴിയിൽ അകപ്പെട്ടുവല്ലോ, ഇനി പുറത്തു കടക്കാൻ സാധിക്കില്ലല്ലോ. വായിക്കണം, വായിച്ചുകൊണ്ടേയിരിക്കണം. പുസ്തകങ്ങൾ വായിച്ച് അറിവ് ശേഖരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞത്, ഷുവർ വൈസ് ടു സക്സസ് ഇൻ ലൈഫ് ആൻഡ് ഗോഡ് റിയലൈസേഷൻ. വിവാഹത്തിന് മുമ്പ് അത് വായിച്ചാൽ വളരെ നന്നായിരിക്കും. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ മനസ്സിൽ? ഒരു കാര്യം വീണ്ടും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു നോക്കൂ. ആഹാരത്തിൻ്റെ കാര്യം, മാംസവും ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് മാറ്റി വെക്കും. ഇനിയൊന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് എൻ്റെ അമ്മയോട് തന്നെ ചോദിച്ചു. എന്നെക്കാളും നല്ല ഉത്തരം പറഞ്ഞു.